रामकृष्ण हरि, रामकृष्ण हरि। രാമകൃഷ്ണ ഹരി, രാമകൃഷ്ണ ഹരി. ഞങ്ങളോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന മഹാരാഷ്ട്ര ഗവർണർ ശ്രീ ഭഗവത് സിംഗ് കോശ്യാരി ജി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ജി, മന്ത്രിസഭയിലെ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ നിതിൻ ഗഡ്കരി ജി, എൻ്റെ മറ്റു സഹപ്രവർത്തകരായ നാരായണൻ റാണേ ജി, ശ്രീ റാവു സാഹിബ് ധൻവേ ജി, രാംദാസ് അത്താവാലെ ജി, കപിൽ പാട്ടിൽ ജി, ഡോക്ടർ ഭഗവത് കാരാത് ജി, ഡോക്ടർ ഭാരതി പവാർ ജി, ജനറൽ വി കെ സിംഗ് ജി, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ശ്രീ അജിത് പവാർ ജി, മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഒപ്പം എൻ്റെ സുഹൃത്തുമായ ശ്രീ ദേവേന്ദ്ര ഫട്നാവിസ് ജി, നിയമസഭാ കൗൺസിൽ ചെയർമാൻ രാം രാജെ നായിക് ജി, മഹാരാഷ്ട്ര സർക്കാരിലെ ബഹുമാനപ്പെട്ട എല്ലാ മന്ത്രിമാർ, പാർലമെന്റിലെ എൻ്റെ സഹപ്രവർത്തകരായ എം പിമാർ, മഹാരാഷ്ട്ര നിയമസഭാംഗങ്ങൾ, മറ്റെല്ലാ പ്രതിനിധികളും, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ ഇവിടെ സന്നിഹിതരാകുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരെ, മറ്റുള്ള സുഹൃത്തുക്കളെ, यहाँ हमें आशीर्वाद देने के लिए उपस्थित हमारे सभी पूज्य संतगण और श्रद्धालु साथियों, കേദാർനാഥിലെ ആദി ശങ്കരാചാര്യരുടെ നവീകരിച്ച സമാധിയിൽ ശുശ്രൂഷ ചെയ്യാൻ 2 ദിവസം മുൻപ് ഈശ്വര കൃപയാൽ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഇന്ന് വിത്തല പ്രഭുവിന്റെ സ്ഥിരം വാസസ്ഥലമായ പണ്ഡർപൂരിൽ നിന്ന് നിങ്ങളുടെ എല്ലാവർക്കുമൊപ്പം എനിക്ക് ചേരാൻ സാധിച്ചു. ദൈവകൃപ സാക്ഷാത്കരിക്കാനുള്ള ഭാഗ്യം ഇതിലും സന്തോഷകരമായ മറ്റെന്തുണ്ട്? ആദി ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്. आदि शंकराचार्य जी ने स्वयं कहा है, महायोग पीठे तटे भीमरथ्याम वरम पुंडरीकाय दातुम मुनिंद्र समागत्य तिष्ठतम आनंद कंदम परब्रह्मलिंगम भजे पांडुरंगम. അതായത് ശങ്കരാചാര്യജി പറഞ്ഞു, ഈ മഹായോഗ ഭൂമിയായ പണ്ഡർപൂരിലെ ആനന്ദത്തിന്റെ യഥാർത്ഥ രൂപമാണ് വിത്തല ഭഗവാൻ. അതുകൊണ്ടാണ് പണ്ഡർപൂർ പരമാനന്ദത്തിന്റെ നേർരൂപമാകുന്നത്. ഇന്ന് സേവനത്തിന്റെ സന്തോഷവും അതിനോട് ചേർക്കുന്നു. സന്ത് ജ്ഞാനോബ മൗലിയുടെയും സന്ത് തുക്കോ ബാരായയുടെയും പാൽഖി മാർഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വാൽക്കരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. പക്ഷേ നമ്മൾ പറയുന്നത് പോലെ റോഡുകൾ വികസനത്തിന്റെ കവാടമാണ്. അതുപോലെ പണ്ടാരിയിലേക്കുള്ള ഈ പാതകൾ ഭഗവത് ധർമ്മത്തിന്റെ കൊടിമരം കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന ഹൈവേകളായിരിക്കും. അത് വിശുദ്ധ പാതയിലേക്കുള്ള കവാടമായിരിക്കും. रस्ते ही विकासाचे द्वार असते, तसे पंढरीकडे जाणारे हे मार्ग भागवत धर्माची पताका आणखी उंच फडविणारे महामार्ग ठरतील. पवित्र मार्गाकडे नेणारे ते महाद्वार ठरेल. साथियों, സുഹൃത്തുക്കളെ, ശ്രീ സന്ത് ജ്ഞാനേശ്വർ മഹാരാജ് പാർഖി മാർഗിന്റെയും സന്ത് തുക്കാറാം മഹാരാജ് പാർഖി മാർഗിന്റെയും ശിലാസ്ഥാപനം ഇന്ന് ഇവിടെ നടന്നു. ശ്രീ സന്ത് ജ്ഞാനേശ്വർ മഹാരാജ് പാൽഖി മാർഗിന്റെ നിർമ്മാണം നിങ്ങൾ വീഡിയോയിലും കണ്ടു. നിതിൻജിയുടെ പ്രസംഗത്തിലും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് 5 ഘട്ടങ്ങളിലായി ചെയ്യും. സന്ത് തുക്കാറാം മഹാരാജ് പാൽഖി മാർഗിന്റെ നിർമ്മാണം 3 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും. ഈ ഘട്ടങ്ങളിലെല്ലാം 350 കിലോമീറ്ററിലധികം നീളമുള്ള ഹൈവേകൾ നിർമ്മിക്കുകയും 11,000 കോടിയിലധികം രൂപ ഇതിനായി ചെലവഴിക്കുകയും ചെയ്യും. ഈ ഹൈവേകളുടെ ഇരുവശത്തും തീർത്ഥാടകർക്കും കാൽനട യാത്രക്കാർക്കും പാൽഖി യാത്രയ്ക്കും പ്രത്യേക റൂട്ടുകൾ ഉണ്ടാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇതുകൂടാതെ പണ്ഡർപൂരുമായി ബന്ധിപ്പിക്കുന്ന 200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ പാതയും ഉദ്ഘാടനം ചെയ്തു. वारकरियों के लिए ഏകദേശം 1200 കോടി രൂപയാണ് ഇവയുടെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. आज पंडर സാംഗ്ലി, ബിജാപൂർ, മറാത്ത്വാഡ മേഖല, വടക്കൻ മഹാരാഷ്ട്രയുടെ മേഖല, नेशनल ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പണ്ഡർപൂരിലേക്ക് വരുന്ന ഭക്തർക്ക് ഈ ദേശീയ പാതകൾ വലിയ സഹായമാകും. निर्माण पर करीब ഒരു വിധത്തിൽ വിത്തല ഭഗവാന്റെ ഭക്തരെ സേവിക്കുന്നതിനൊപ്പം ഈ പാതകൾ ഈ പുണ്യപ്രദേശത്തിന്റെ മുഴുവൻ വികസനത്തിനും ഒരു മാധ്യമമായി മാറും. बीजापुर പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്ക് ഈ കണക്ടിവിറ്റി കൂടുതൽ പ്രയോജനപ്പെടും. उत्तरी महाराष्ट्र ഇതോടെ കൂടുതൽ ഭക്തർക്ക് ഇവിടെ എത്താൻ എളുപ്പമാകും. स्थानों से കൂടാതെ പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്കും ആക്കം കൂട്ടും. हाईवे ഈ പുണ്യപ്രവൃത്തികളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ये നമുക്ക് ആത്മീയ സംതൃപ്തി നൽകുന്ന ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു അവബോധം നൽകുന്ന ശ്രമങ്ങളാണ് ഇവ. पूरे पुण्य क्षेत्र के വിത്തല ഭഗവാന്റെ എല്ലാ ഭക്തരെയും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട എല്ലാ ജനങ്ങളെയും പണ്ഡർപൂർ മേഖലയുടെ ഈ വികസന യജ്ഞത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. कनेक्टिविटी और എല്ലാ വാർക്കരികളെയും ഞാൻ നമിക്കുന്നു. इससे अब അവർക്ക് കോടി കോടി അഭിവാദനങ്ങൾ. यहाँ आसानी से आ सकते വിത്തൽ ദേവ്ജിയുടെ കൃപയ്ക്കായി ആ പാദങ്ങളിൽ ഞാൻ വണങ്ങുന്നു. अन्य गति ഞാൻ അദ്ദേഹത്തെ വണങ്ങുന്നു. गति मिलेगी. എല്ലാ സന്തുക്കളുടെയും പാദങ്ങളിലും ഞാൻ വണങ്ങുന്നു. कार्य उससे जुड़े हुए हर व्यक्ति का अभिनंदन करता हूं. ये ऐसे प्रयास हैं जो हमें एक आत्मिक संतोष प्रदान करते हैं, हमें जीवन की सार्थकता का आभास कराते हैं. मैं भगवान विट्ठल के सभी भक्तों को, इस क्षेत्र से जुड़े सभी लोगों को पंढरपुर क्षेत्र के इस विकास अभियान के लिए बहुत बहुत बधाई देता हूं. मी सर्व वारकरांच्या नमन करतो, त्यांना कोटी कोटी अभिवादन करतो. मैं इस कृपा के लिए भगवान विट्ठल देव जी के चरणों में अपना नमन करता हूं, उन्हें साष्टांग प्रणाम करता हूं. मैं सभी संतों के चरणों में भी अपना नमन करता हूं. സുഹൃത്തുക്കളെ, എത്ര ആക്രമണങ്ങളാണ് നമ്മുടെ ഭാരതത്തിനെതിരെ മുമ്പ് നടന്നിട്ടുള്ളത്. भारत पर इतने ഈ രാജ്യം നൂറുകണക്കിന് വർഷത്തെ അടിമത്തത്തിൽ അകപ്പെട്ടു. सैकड़ों പ്രകൃതി ദുരന്തങ്ങൾ വന്നു, में വെല്ലുവിളികൾ വന്നു, गया ബുദ്ധിമുട്ടുകൾ വന്നു. പക്ഷേ വിത്തല ദേവനിലുള്ള നമ്മുടെ വിശ്വാസം, चुनौती നമ്മുടെ ആശ്രയം ഇടർച്ചയില്ലാതെ തുടർന്നു. लेकिन भगवान विट्ठल देव में हमारी आस्था, हमारी दिंडी वैसे ही अनवरत चलती रही. आज भी ഇന്നും ഈ യാത്രയെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലിയതുമായ ബഹുജന യാത്രയായാണ് കാണുന്നത്. और सबसे ഒരു ജനകീയ പ്രസ്ഥാനം എന്ന നിലയിൽ में ആഷാഢ് ഏകാദശിയിലെ പണ്ഡർപൂർ യാത്രയുടെ വിഗഹ വീക്ഷണം ആർക്കാണ് മറക്കാൻ കഴിയുക? आषाढ़ एक ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ നിരനിരയായി അണിനിരക്കുന്നു. कौन भूल എല്ലായിടത്തും രാമകൃഷ്ണ ഹരി, हजारों പുണ്ടലിക് വർദ്ദേ ഹരി വിത്തൽ, ജ്ഞാൻബ തുക്കാറാം എന്നീ നാമജപങ്ങളുണ്ട്. खींचे चले आते हैं. ഒരു അദ്വിതീയ അച്ചടക്കം, रामकृष्ण അസാധാരണമായ ഒരു സംയമനം മുഴുവൻ 21 ദിവസങ്ങളിലും കാണപ്പെടുന്നു. और ഈ യാത്രകൾ വ്യത്യസ്ത പാർഹി റൂട്ടുകളിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ എല്ലാത്തിനും ഒരേ ലക്ഷ്യമാണുള്ളത്. 21 दिन तक അതിരുകൾക്ക് നിന്നുകൊടുക്കാത്ത നമ്മുടെ വിശ്വാസ സങ്കല്പങ്ങളുടെ വിമോചനത്തിന്റെ ഇന്ത്യയുടെ ശാശ്വത വിദ്യാഭ്യാസത്തിന്റെ പ്രതീകമാണിത്. ये यात्राएं വഴികൾ വ്യത്യസ്തമായിരിക്കാം, अलग अलग पाल രീതികളും ആശയങ്ങളും വ്യത്യസ്തമായിരിക്കാം. लेकिन सब എന്നാൽ നമ്മുടെ ലക്ഷ്യം ഒന്നു തന്നെയാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ये അവസാനം എല്ലാ വിഭാഗങ്ങളും ഭാഗവത വിഭാഗമാണ്. शिक्षा का അതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അത് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നത്, ഏകം സത് വിപ്രാം ബഹുദാ വദന്തി. जो हमें सिखाती है कि मार्ग अलग अलग हो सकते हैं, पद्धतियां और विचार अलग अलग हो सकते हैं, लेकिन हमारा लक्ष्य
एक होता है। अंत में सभी पंथ भागवत पंथ ही है। और इसलिए हमारे यहां तो बड़े विश्वास के साथ शास्त्रों में कहा गया है, एकम सत विप्राह बहुधा वदंती। साथियों, സുഹൃത്തുക്കളെ, तुकाराम महाराज സന്ത് തുക്കാറാം മഹാരാജ് ജി നമുക്കൊരു മന്ത്രം നൽകി. തുക്കാറാം മഹാരാജ് ജി പറഞ്ഞു, ने कहा है, विष्णुमय जग वैष्णवाचा धर्म, भेदा भेद भ्रम अमंगल, ऐकाजी तुम्ही भक्त भागवत, करालते हित सत्य करा, कोणाही जीवाचा न घडो मत्सर, वर्म सरमेश्वर पूजनाचे. അതായത് വിശ്വമെങ്ങും വിഷ്ണു മായയാണ്. सब कुछ विष्णुमय है. അതിനാൽ ജീവജാലങ്ങളെ വേർതിരിക്കുകയും വിവേചനം കാണിക്കുകയും ചെയ്യുന്നത് അശുഭകരമാണ്. भेदभाव रखना ही अमंगल है. അസൂയയും ഈർഷ്യയും വേണ്ട. आपस എല്ലാവരെയും തുല്യരായി കാണൂ. ഇതാണ് യഥാർത്ഥ മതം. देश न हो, അതുകൊണ്ടാണ് ദണ്ഡി യാത്രയിൽ ജാതിയോ വിവേചനമോ ഇല്ലാത്തത്. എല്ലാ വാർക്കരിയും തുല്യരാണ്. ഓരോ വാർക്കരിയും പരസ്പരം ഗുരുഭൗ അല്ലെങ്കിൽ ഗുരുബഹിൻ ആണ്. बात नहीं होता. എല്ലാവരും ഏക വിത്തലിന്റെ മക്കളാണ്. അതിനാൽ എല്ലാവർക്കും ഒരു ജാതി, ഒരു ഗോത്രം, വിത്തൽ ഗോത്രം. വിത്തൽ പ്രഭുവിന്റെ സദസ്സ് എല്ലാവർക്കും ഒരുപോലെ തുറന്നിരിക്കുന്നു. गुरु भाव है. ഞാൻ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന് പറയുമ്പോൾ एक भी അതിനു പിന്നിലും ഈ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രചോദനമുണ്ട്. ഇതാണ് അതിന്റെ ആത്മാവ്. ഈ ആത്മാവ് രാജ്യത്തിന്റെ വികസനത്തിന് നമ്മെ പ്രചോദിപ്പിക്കുന്നു. എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുന്നു. എല്ലാവരുടെയും വികസനത്തിന് നമ്മെ പ്രചോദിപ്പിക്കുന്നു. समान रूप से खुला है. और जब मैं सबका साथ, सबका विकास, सबका विश्वास कहता हूं, तो उसके पीछे भी तो इसी महान परंपरा की प्रेरणा है. यही भावना है. यही भावना हमें देश के विकास के लिए प्रेरित करती है. सबको साथ लेकर सबके विकास के लिए प्रेरित करती है. साथियों, സുഹൃത്തുക്കളെ, की तो आप പണ്ഡർപൂരിന്റെ പ്രഭാവലയം, പണ്ഡർപൂരിന്റെ അനുഭൂതി, പണ്ഡർപൂരിന്റെ ആവിഷ്കാരം ഇവയെല്ലാം അമാനുഷികമാണ്. कुछ अलौकिक है. आपण म्हणतो ना, माझे महारे पंढरी आहे भिवरेच्या तीरी. തീർച്ചയായും പണ്ഡർപൂർ ഒരു അമ്മയുടെ വീട് പോലെയാണ്. की तरह है. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ഡർപൂരുമായി മറ്റു രണ്ട് പ്രത്യേക ബന്ധങ്ങളുണ്ട്. സന്യാസിമാരുടെ മുൻപിൽ ആ പ്രത്യേക ബന്ധത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मेरा पहला रिश्ता ഗുജറാത്തിലെ ദ്വാരകയുമായാണ് എൻ്റെ ആദ്യ ബന്ധം. ദ്വാരകാധീഷ് ഭഗവാൻ ഇവിടെ വന്ന് വിത്തലരുടെ രൂപത്തിൽ ഇവിടെ ഇരിക്കുന്നു. विठल स्वरूप में विराजमान हुए. എൻ്റെ രണ്ടാമത്തെ ബന്ധം दूसरा रिश्ता കാശിയുമായാണ്. ഞാൻ കാശിക്കാരനാണ്. से हूं. ഈ പണ്ഡർപൂർ നമ്മുടെ ദക്ഷിണ കാശിയാണ്. हमारी दक्षिण काशी है. അതിനാൽ പണ്ഡർപൂരിലേക്കുള്ള സേവനം എനിക്ക് ശ്രീനാരായണ ഹരിയുടെ സേവനമാണ്. साक्षात ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇന്നും ഭഗവാൻ കുടികൊള്ളുന്ന നാടാണിത്. ലോകം പോലും സൃഷ്ടിക്കപ്പെടാത്ത കാലത്തും പണ്ഡർപൂർ അവിടെ ഉണ്ടെന്ന് സന്ത്നാം ദേവ് ജി മഹാരാജ് പറഞ്ഞ ഭൂമിയാണിത്. भी प्रत्यक्ष विराजते हैं. ये वो കാരണം ശാരീരികമായി മാത്രമല്ല, के बारे में വൈകാരികമായും നമ്മുടെ മനസ്സിൽ പണ്ഡർപൂർ കുടികൊള്ളുന്നു. है कि സന്ത് ജ്ഞാനേശ്വർ, സന്ത് നാംദേവ്, സന്ത് തുക്കാറാം, സന്ത് ഏകനാഥ് തുടങ്ങിയ ഒട്ടനവധി സന്യാസിമാരെ യുഗ സന്യാസിമാരാക്കി മാറ്റിയ നാടാണിത്. पंढरपूर बहुत ഈ ഭൂമി ഭാരതത്തിന് ഒരു പുതിയ ഊർജം നൽകി. भावना ഇന്ത്യയെ വീണ്ടും ജീവസുറ്റതാക്കി. बसती है. കാലാകാലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ അത്തരം മഹത് വ്യക്തികൾ രാജ്യത്തിന് ദിശ കാണിച്ച് അവതരിച്ചു കൊണ്ടിരുന്നു എന്നത് ഭാരതഭൂമിയുടെ പ്രത്യേകതയാണ്. जैसे कितने ही संतों को युग संत बनाया है. इस भूमि ने भारत को एक नई ऊर्जा दी.
भारत को फिर से चैतन्य दिया। और भारत भूमि की ये विशेषता है कि समय समय पर अलग अलग क्षेत्रों में ऐसी महान विभूतियां अवतरित होती रही, देश को दिशा दिखाती रही। आप देखिए, നോക്കൂ, തെക്ക് മാധ്വാചാര്യ, माधवाचार्य, നിംബാർകാചാര്യ, വല്ലഭാചാര്യ, രാമാനുജാചാര്യ, പടിഞ്ഞാറ് നർസി മേത്ത, മീരാഭായി, ധീരോ ഭഗത്, ഭോജ ഭഗത്, പ്രീതം, വടക്ക് രാമാനന്ദൻ, കബീർദാസ്, ഗോസ്വാമി തുളസീദാസ്, സൂർദാസ്, ഗുരു നാനാക് ദേവ്, സന്ത് രവിദാസ് എന്നിവരുണ്ടായിരുന്നു. पूर्व में കിഴക്ക് ചൈതന്യ മഹാപ്രഭു, ശങ്കർദേവ് തുടങ്ങിയ അനേകം ഋഷിമാരുടെ ചിന്തകൾ രാജ്യത്തെ സമ്പന്നമാക്കി. देश को വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത കാലഘട്ടങ്ങൾ, എന്നാൽ ഒരേ ലക്ഷ്യം. എല്ലാവരും ഭാരതീയ പൊതുസമൂഹത്തിൽ പുതിയ അവബോധം വളർത്തി. ഭാരതം മുഴുവൻ ഭക്തിയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞു. नई चेतना, ഈ അർത്ഥത്തിലും അതേ ഭാവത്തിലുമാണ് മധുരയിലെ കൃഷ്ണൻ, ഗുജറാത്തിൽ ദ്വാരകാധീശും, ഉടുപ്പിയിൽ ബാലകൃഷ്ണനും, പണ്ഡർപൂരിൽ വിത്തലുമായി മാറുന്നതും നാം കാണുന്നു. और इसी भाव में हम ये भी देखते हैं कि मथुरा के कृष्ण गुजरात में द्वारकाधीश बनते हैं, उडुपी में बालकृष्ण बनते हैं और पंढरपुर में आकर विठल रूप में विराजित हो जाते हैं. यही भगवान विठल दक्षिण भारत में കനകദാസ്, പുരന്ദരദാസ് തുടങ്ങിയ സന്യാസി കവികളിലൂടെ के जरिए ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതേ വിത്തൽ ഭഗവാൻ और कवि കവി ലീലാശുഗന്റെ കാവ്യത്തിനിടെ കേരളത്തിലും പ്രത്യക്ഷപ്പെടുന്നു. में भी प्रकट हो जाते हैं. ഇതാണ് ഭക്തി. तो भक्ति അതിൻ്റെ ശക്തി, പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തിയാണിത്. की शक्ति ഇതാണ് ഏക് ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മഹത്തായ തത്വശാസ്ത്രം. श्रेष्ठ भारत के भव्य സുഹൃത്തുക്കളെ, വാൽക്കരി യാത്രയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. वारकरी आंदोलन നമ്മുടെ സഹോദരിമാർ विशेषता रही. പുരുഷന്മാർക്കൊപ്പം ചുവട് ചേർന്ന് ഒരേ വരിയിൽ നടക്കുന്നു. पुरुषों രാജ്യത്തിന്റെ മാതൃശക്തി, मिलाकर രാഷ്ട്രത്തിന്റെ സ്ത്രീശക്തി. वाली हमारी बहनें പണ്ടാരി കി വാരി അവസര സമത്വത്തെ പ്രതീകപ്പെടുത്തുന്നു. ഭേദാഭേദ് അമങ്ക് എന്നതാണ് വാർക്കാരി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. की समानता ഇത് സാമൂഹിക ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ്. സ്ത്രീ പുരുഷ സമത്വവും ഈ ഐക്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. भेदा അനേകം വാർക്കാരികളും പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം മൗലി എന്ന് വിളിക്കുന്നു. പരസ്പരം വിത്തലിന്റെയും വിശുദ്ധ ജ്ഞാനേശ്വരന്റെയും രൂപം കണ്ടു. और इस മൗലി എന്നാൽ അമ്മയാണെന്ന് നിങ്ങൾക്കറിയാം. पुरुष അതായത് ഈ പതിവ് മാതൃശക്തിയെക്കുറിച്ചുള്ള അഭിമാനം കൂടിയാണ്. बहुत सारे वारकरी स्त्री और पुरुष भी एक दूसरे को माउली माउली नाम से पुकारते हैं. भगवान विठल और संत ज्ञानेश्वर का रूप एक दूसरे में देखते हैं. आप भी जानते हैं कि माउली का अर्थ मां है, यानी ये मातृशक्ति का भी गौरवगान है. साथियों, महाराष्ट्र സുഹൃത്തുക്കളെ, भूमि में മഹാരാഷ്ട്രയുടെ മണ്ണിൽ महात्मा फुले, മഹാത്മാ ഭൂലെ, वीर सावरकर, വീർ സർവർക്കർ തുടങ്ങിയ നിരവധി നേതാക്കൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. काम तक पहुंचा पाए. അവരുടെ ഉദ്യമങ്ങൾക്ക് വാർക്കരി പ്രസ്ഥാനം സൃഷ്ടിച്ച ഭൂമിക ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. आंदोलन ने जो जमीन വാർക്കരി പ്രസ്ഥാനത്തിൽ ആരാണ് ഇല്ലാതിരുന്നത്? बहुत बड़ा योगदान സന്ത് സാവദ മഹാരാജ്, സന്ത് ചോഖ, करी आंदोलन സന്ത് നാംദേവ് മഹാരാജ്, സന്ത് ഗൊറോബ, महाराज, സെൻജി മഹാരാജ്, संत സന്ത് നർഹരി മഹാരാജ്, संत സന്ത് കൻഹോപാത്ര തുടങ്ങി സമൂഹത്തിലെ എല്ലാ സമുദായങ്ങളും വാർക്കരി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. संत नरहरि महाराज, संत कान्होपात्रा, समाज का हर समुदाय वारकरी आंदोलन का हिस्सा था. साथियों, पंढरपुर ने സുഹൃത്തുക്കളെ, मानवता को न മനുഷ്യരാശിക്ക് ഭക്തിയുടെയും ദേശസ്നേഹത്തിന്റെയും പാത കാണിച്ചു കൊടുക്കുക മാത്രമല്ല, बल्कि ഭക്തിയുടെ ശക്തിയിലേക്ക് മാനവരാശിയെ പരിചയപ്പെടുത്തുകയും ചെയ്തു പണ്ഡർപൂർ. यहाँ പലപ്പോഴും ദൈവത്തോട് ഒന്നും ചോദിക്കാൻ ആളുകൾ ഇവിടെ വരാറില്ല. ഇവിടെ വിത്തൽ ഭഗവാന്റെ ദർശനം, നിസ്വാർത്ഥ സമർപ്പണമാണ് ജീവിത ലക്ഷ്യം. काम भक्ति
ही വിത്തമൗലിയുടെ ദർശനം കണ്ണിൽ പെടുമോ ഇല്ലയോ? അതുകൊണ്ടാണ് കാലങ്ങളായി ഭക്തരുടെ ആജ്ഞപ്രകാരം ഈശ്വരൻ തന്നെ അരയിൽ കൈവച്ച് ഇവിടെ നിൽക്കുന്നത്. डोळ्याचे पारण्या फिरते की नाही तभी ഭക്തനായ പുണ്ടലിക് തന്റെ മാതാപിതാക്കളിൽ ദൈവത്തെ കണ്ടിരുന്നു. युगों से നർസേവ, നാരായണ സേവ. खड़े हैं. നാളിതുവരെ അതേ ആദർശം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. സേവാദിണ്ടിയിലൂടെ ജീവജാലങ്ങളുടെ സേവനം ഒരു സാധനയായി കണക്കാക്കപ്പെടുന്നു. ഓരോ വാർക്കരിയും എത്ര നിസ്വാർത്ഥ സമർപ്പണത്തോടെ ഭക്തി നിർഭരമായ സേവനം അനുഷ്ഠിക്കുന്നുവോ അതേ ചൈതന്യത്തോടെ അവനും നിസ്വാർത്ഥ സേവനം ചെയ്യുന്നു. सेवा को साधना मानकर चला रहा है. അമൃത് കലശദാൻ, അന്നദാനം കൊണ്ട് പാവപ്പെട്ടവരെ സേവിക്കുന്ന പദ്ധതികൾ ഇവിടെ തുടരുന്നു. उसी भाव വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ നിങ്ങളുടെ സേവനം സാമൂഹിക ശക്തിയുടെ അതുല്യമായ ഉദാഹരണമാണ്. अन्नदान ये गरीबों की सेवा के നമ്മുടെ രാജ്യത്ത് വിശ്വാസവും ഭക്തിയും രാജ്യസേവനവും രാജ്യസ്നേഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ सेवा മികച്ച ഉദാഹരണം കൂടിയാണ് സേവാദിണ്ടി. ये उदाहरण है. हमारे यहाँ आस्था और भक्ति किस तरह राष्ट्र सेवा और राष्ट्र भक्ति से जुड़ी है. सेवा सेवा दिंडी इसका भी बहुत बड़ा उदाहरण है. गांव का उत्थान, ഗ്രാമത്തിന്റെ ഉന്നമനം, ഗ്രാമത്തിന്റെ പുരോഗതി, സേവാദിണ്ടി ഇതിനുള്ള മികച്ച മാധ്യമമായി മാറി. ഗ്രാമത്തിന്റെ വികസനത്തിനായി മുന്നോട്ടു പോകുന്ന എന്ത് സങ്കല്പങ്ങളായാലും നമ്മുടെ വാർക്കരി സഹോദരങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ വലിയ ശക്തിയാണ്. भाई बहन उसकी രാജ്യം സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചു. അതിനാൽ ഇന്ന് വിധോവയുടെ ഭക്തർ നിർമ്മൽ വാരി ക്യാമ്പയിനിലൂടെ അതിന് ആക്കം കൂട്ടുകയാണ്. അതുപോലെ അത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ ആയാലും ജലസംരക്ഷണത്തിനായുള്ള നമ്മുടെ ശ്രമങ്ങളായാലും നമ്മുടെ ആത്മീയ ബോധം നമ്മുടെ ദേശീയ തീരുമാനങ്ങൾക്ക് ഊർജം പകരുന്നു. ഇന്ന് ഞാൻ എൻ്റെ വാർക്കരി സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് 3 കാര്യങ്ങൾ നിങ്ങളോട് അനുഗ്രഹമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. जब मैं अपने वारकरी भाई बहनों से बात कर रहा हूं तो आपसे आशीर्वाद स्वरूप 3 चीजें मांगना चाहता हूं. ഞാൻ ചോദിച്ചോട്ടെ? കൈ ഉയർത്തി പറയൂ. ഞാൻ ചോദിക്കണോ? നിങ്ങളത് തരുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. देखिए കാണുക, നിങ്ങൾ എല്ലാവരും ഒരു വിധത്തിൽ കൈകൾ ഉയർത്തി എന്നെ അനുഗ്രഹിച്ച വിധത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും എന്നോട് വളരെ വാത്സല്യത്തോടെ പെരുമാറുന്നു. എനിക്ക് എന്നെ തന്നെ തടയാൻ കഴിയില്ല. कि मैं खुद को रोक नहीं पा रहा. എനിക്ക് വേണ്ട ആദ്യത്തെ അനുഗ്രഹം ഇതാണ്. ശ്രീ സന്ത് ജ്ഞാനേശ്വർ മഹാരാജ് പാൽഖി റോഡ് നിർമ്മിക്കുമ്പോൾ, श्रीमन ज्ञानेश्वर സന്ത് തുക്കാറാം മഹാരാജ് പാൽഖി റോഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ നിർമ്മിക്കുന്ന പ്രത്യേക നടപ്പാതയിൽ ഓരോ മീറ്ററിലും ഇരുവശത്തും തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. जो विशेष നിങ്ങൾ ഈ കടമ ചെയ്യുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പരിശ്രമം എന്നത് ഒരു മന്ത്രം തന്നെയാണ്. छाया ഈ റോഡുകൾ സജ്ജമാകുമ്പോഴേക്കും ഈ മരങ്ങളും വളർന്ന് നടപ്പാത മുഴുവൻ തണൽ പ്രദാനം ചെയ്യും. ഈ ബഹുജന പ്രസ്ഥാനത്തെ നയിക്കാൻ मंत्र ही है. ഈ പാൽഖി പാതയോരങ്ങളിൽ വരുന്ന നിരവധി ഗ്രാമങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ये पेड़ भी ഓരോ ഗ്രാമവും അതിൻ്റെ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന പാൽഖി പാതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്താൽ मार्गों के ഈ ജോലി വളരെ വേഗം പൂർത്തിയാക്കാനാകും. गांवों से इस जन आंदोलन का नेतृत्व करने का आग्रह है. हर गांव अपने क्षेत्र से होकर गुजरने वाले पालकी मार्ग की जिम्मेदारी संभाले, वहां पेड़ लगाए तो बहुत जल्द ये काम किया जा सकता है. साथियों, मुझे आपका दूसरा आशीर्वाद चाहिए. സുഹൃത്തുക്കളെ, दूसरा आशीर्वाद എനിക്ക് നിങ്ങളുടെ അടുത്തു നിന്നും കിട്ടേണ്ട രണ്ടാമത്തെ അനുഗ്രഹം ഇതാണ്. എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം ഇതാണ്: കുടിവെള്ളം, पानी അതും ശുദ്ധമായ കുടിവെള്ളം. ഈ നടപ്പാതയിൽ കൃത്യമായ ഇടവേളകളിൽ ക്രമീകരിക്കണം. मार्गों पर अनेकों ഈ വഴികളിൽ ധാരാളം പാത്രങ്ങൾ ഉണ്ടാക്കണം. भगवान विठल की വിത്തൽ ഭഗവാന്റെ ഭക്തിയിൽ മുഴുകിയ ഭക്തർ जब പണ്ഡർപൂരിലേക്ക് നീങ്ങുമ്പോൾ 21 ദിവസത്തേക്ക് അവർ എല്ലാം മറക്കുന്നു. भूल जाते हैं.
पीने के प्यास ഇത്തരം ഭക്തർക്ക് പാനപാത്രങ്ങൾ ഏറെ ഉപകാരപ്പെടും. മൂന്നാമത്തെ അനുഗ്രഹം എനിക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കണം. നിങ്ങൾ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുറപ്പാണ്. और मुझे आप निराश कभी ഞാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം आशीर्वाद പണ്ഡർപൂരിന് വേണ്ടിയാണ്. वो पंडर ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി പണ്ഡർപൂരിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. भारत के सब ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള തീർത്ഥാടന കേന്ദ്രം എന്ന് ആരെങ്കിലും തുറക്കുമ്പോൾ हिंदुस्तान में ആദ്യം പേര് എൻ്റെ വിഡോബ, सबसे स्वच्छ എൻ്റെ വിത്തലിൻ്റെ നാട്, सा है എൻ്റെ പണ്ഡർപൂർ എന്നായിരിക്കണം. ഇത് നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജോലിയും പൊതുജന പങ്കാളിത്തത്തോടെ ചെയ്യണം. പ്രദേശവാസികൾ അവരുടെ നേതൃത്വത്തിൽ भागीदारी से ही ശുചീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയൂ. नेतृत्व अपनी ഞാൻ എപ്പോഴും വാദിക്കുന്ന സബ്കാ പ്രയാസ് അതുപോലെ തന്നെ പ്രകടിപ്പിക്കപ്പെടും. इस सपने को साकार कर पाएंगे। और मैं हमेशा जिस बात की वकालत करता हूं, सबका प्रयास कहता हूं, उसकी अभिव्यक्ति ऐसे ही होगी। साथियों, സുഹൃത്തുക്കളെ, പണ്ഡർപൂർ പോലെയുള്ള നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ വികസിക്കുമ്പോൾ അത് സാംസ്കാരിക പുരോഗതിയിലേക്ക് നയിക്കുക മാത്രമല്ല, प्रगति नहीं മുഴുവൻ പ്രദേശത്തിന്റെയും വികസനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. को बल मिलता है। ഇവിടെ വീതി കൂട്ടുന്ന റോഡുകൾ, ये है അംഗീകാരം ലഭിക്കുന്ന പുതിയ ഹൈവേകൾ, हाईवे सिक्योरिटी മതപരമായ വിനോദസഞ്ചാരം ഇവിടെ വർദ്ധിപ്പിക്കും. പുതിയ തൊഴിലവസരങ്ങൾ വരും. സേവന പ്രചാരണങ്ങൾക്കും ആക്കം കൂട്ടും. और सेवा अभियानों को भी गति मिलेगी। ഹൈവേകൾ എവിടെ എത്തുന്നുവോ, सभी के എവിടെ റോഡുകൾ എത്തുന്നുവോ अटल बिहारी അവിടെ വികസനത്തിന്റെ ഒരു പുതിയ അരുവി ഒഴുകാൻ തുടങ്ങുമെന്ന് वहां हाईवे നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ അടൽ ബിഹാരി വാജ്പേയി ജിയും വിശ്വസിച്ചിരുന്നു. नई धारा बहने लगती। ഈ ചിന്തയോടെ അദ്ദേഹം സുവർണ ചതുർഭുജത്തിന് തുടക്കമിട്ടു. स्वर्णिम രാജ്യത്തെ ഗ്രാമങ്ങളെ റോഡുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു യജ്ഞം ആരംഭിച്ചു. का अभियान भी शुरू किया। ഇന്ന് അതേ ആശയങ്ങളിൽ രാജ്യത്ത് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അതിവേഗം പ്രവർത്തിക്കുന്നു. स्तर पर രാജ്യത്ത് ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് देश में വെൽനസ് സെന്ററുകൾ തുറക്കുന്നു. बढ़ावा देने के लिए പുതിയ മെഡിക്കൽ കോളേജുകൾ തുറക്കുന്നു. वेलनेस सेंटर खोले जा ഡിജിറ്റൽ സംവിധാനം വർദ്ധിപ്പിക്കുന്നു. नए मेडिकल പുതിയ ഹൈവേകൾ, जा रहे हैं। ജലപാതകൾ, डिजिटल പുതിയ റെയിൽവേ ലൈനുകൾ, जा रहा है। മെട്രോ ലൈനുകൾ, देश में ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ, പുതിയ എയർപോർട്ടുകൾ, नई रेल लाइनें, പുതിയ എയർ റൂട്ടുകൾ എന്നിവയുടെ ഒരു വലിയ ശൃംഖലയാണ് ഇന്ന് രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്നത്. नए एयर രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. गांव तक ഈ പദ്ധതികളെല്ലാം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിന്, भी ഏകോപനം കൊണ്ടുവരുന്നതിനായി PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനും ആരംഭിച്ചിട്ടുണ്ട്. और तेजी लाने के लिए 100% കവറേജ് എന്ന കാഴ്ചപ്പാടോടെയാണ് രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത്. गति से ഓരോ പാവപ്പെട്ടവർക്കും ഒരു പക്കാ വീട്, शुरुआत की गई। എല്ലാ വീട്ടിലും ശൗചാലയം, आज देश എല്ലാ കുടുംബങ്ങൾക്കും വൈദ്യുതി കണക്ഷൻ, कवरेज के എല്ലാ വീട്ടിലും ടാപ്പ് വെള്ളം, साथ आगे बढ़ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഗ്യാസ് കണക്ഷൻ. गरीब को ഈ സ്വപ്നങ്ങൾ ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നു. हर घर में शौचालय, സമൂഹത്തിലെ ദരിദ്രരും हर परिवार അധസ്ഥിതരും ഇടത്തരക്കാരും പുതിയ വികസനത്തിൽ നിന്ന് പരമാവധി പ്രയോജനം നേടുന്നു. और हमारी माताओं बहनों को गैस कनेक्शन। ये सपने आज सच हो रहे हैं। समाज के गरीब, वंचित, दलित, पिछड़े, मध्यम वर्ग को इनका सबसे ज्यादा लाभ मिल रहा है। साथियों, സുഹൃത്തുക്കളെ, अधिकांश वारकरी നമ്മുടെ വാർക്കരി ഗുരുഭുവിന്റെ ഭൂരിഭാഗവും കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. परिवारों से आते हैं। ഗ്രാമീണ ദരിദ്രർക്കു വേണ്ടി गांव രാജ്യം നടത്തുന്ന പ്രയത്നങ്ങൾ കാരണം ഇന്ന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ ഗ്രാമത്തിലെ ദരിദ്രരും ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അന്നദാതാക്കളും ഇങ്ങനെയാണ്. जमीन ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സാരഥി കൂടിയാണ് അവർ. കൂടാതെ സമൂഹത്തിന്റെ സംസ്കാരത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും അവർ നേതൃത്വം നൽകുന്നു. की संस्कृति, राष्ट्र ഭാരതത്തിന്റെ സംസ്കാരവും ഇന്ത്യയുടെ ആദർശങ്ങളും നൂറ്റാണ്ടുകളായി നിലനിർത്തുന്നത് ഈ ഭൂമിയുടെ പുത്രന്മാരാണ്. सदियों ഒരു യഥാർത്ഥ ഭക്ഷണദാതാവ് സമൂഹത്തെ ബന്ധിപ്പിക്കുന്നു, സമൂഹത്തിൽ ജീവിക്കുന്നു, സമൂഹത്തിനായി ജീവിക്കുന്നു. സമൂഹത്തിന്റെ പുരോഗതി നിങ്ങളിലാണ്. നിങ്ങളുടെ പുരോഗതിയിലാണ് സമൂഹത്തിന്റെ പുരോഗതി. അതിനാൽ അമൃതകാലത്ത് രാജ്യത്തിന്റെ സങ്കല്പങ്ങളിൽ
നമ്മുടെ പുരോഗതിക്ക് നമ്മുടെ അന്നദാതാക്കൾ വലിയ അടിത്തറയാണ്. की ही प्रगति में ഈ വികാരത്തോടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. इसलिए अमृत काल में देश के संकल्पों में हमारे अन्नदाता हमारी उन्नति का बड़ा आधार है. इसी भाव को लेकर देश आगे बढ़ रहा है. साथियों, संत ज्ञानेश्वर जी സുഹൃത്തുക്കളെ, സന്ത് ജ്ഞാനേശ്വർ ജി മഹാരാജ് നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സന്ത് ജ്ഞാനേശ്വർ മഹാരാജ് ജി പറഞ്ഞു, दुरिताचे तिमिर जाओ, विश्व सधर्म सूर्य पाहो, जो जे वांछिल तोते लाहो प्राणी जात. അതായത് തിന്മകളുടെ അന്ധകാരം ലോകത്തിൽ നിന്ന് നശിപ്പിക്കണം. സർവ്വലോകത്തും നീതിയുടെയും കർത്തവ്യത്തിന്റെയും സൂര്യൻ ഉദിക്കട്ടെ. എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. जीव की इच्छाएं നമ്മുടെ എല്ലാവരുടെയും അർപ്പണബോധവും നമ്മുടെ എല്ലാവരുടെയും പ്രയത്നവും സന്ത് ജ്ഞാനേശ്വർജിയുടെ ഈ വികാരങ്ങളെ തീർച്ചയായും തെളിയിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ज्ञानेश्वर जी महाराज के ഈ വിശ്വാസത്തോടെ ഞാൻ ഒരിക്കൽ കൂടി എല്ലാ സന്യാസിമാരെയും വണങ്ങുന്നു. इसी विश्वास വിധോബയുടെ പാദങ്ങളിൽ വണങ്ങുന്നു. फिर एक बार എല്ലാവർക്കും सभी വളരെ संतों നന്ദി. को नमन करते हुए ജയ് ജയ് രാമകൃഷ്ണ ഹരി, के चरणों में ജയ് ജയ് രാമകൃഷ്ണ ഹരി. आप सभी का बहुत बहुत धन्यवाद करता हूं. जय जय रामकृष्ण हरि, जय जय रामकृष्ण हरि.